മുളക് വറുത്ത പുളി ഉണ്ടാക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കുക. ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ വെളുത്തുള്ളി ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. അതാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ പുളി പിഴിയുക. നമുക്ക് ഈ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇതായതിന് നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ചതച്ചതിട്ട് കൊടുക്കുക. ഇത് തിളക്കട്ടെ. നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. വേണച്ചാൽ ഇട്ടാൽ മതി. എരിവ് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക. നല്ലോണം തിളക്കട്ടെ കുറച്ച് നേരം. അതായത് നമുക്കിത് ഓഫാക്കാം. അപ്പം നമ്മുടെ പുളിയായി. ഇനി നമുക്ക് ഇതേപോലെ ചോറ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒഴിക്കുക. ഇങ്ങനെ നല്ലോണം ഒഴിക്കണം. സാമ്പാർ പോലെ കുറച്ചൊന്നും ഒഴിച്ചാൽ പോരാ. ഇതേപോലെ ഒഴിക്കണം. ഒരു ഉണക്കമാന്തളോ അല്ലെങ്കിൽ ഉപ്പേരിയോ പപ്പടമോ എന്തെങ്കിലും ഒന്നുണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.